നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സെഗാ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ഘർ പേഡ് ഔർ താരേക്ക് യാദ് എന്ന പാഠഭാഗത്തിൻ്റെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പാഠഭാഗത്തിലെ സൈഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, യുദ്ധ के शिकार लोगों को कौन कौन सी परेशानियाँ झेलनी पड़ती है. യുദ്ധ के शिकार लोग എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനിരയാകുന്ന ആൾക്കാർ, പരേശാനിയ ബുദ്ധിമുട്ട്, ഝേൽനി പടുത്തി ഹെ എന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ സഹിക്കേണ്ടി വരിക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ യുദ്ധത്തിനിരയാകുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് സഹിക്കേണ്ടി വരുന്നത് എന്നാണ് ചോദ്യം. उत्तरത്തിലേക്ക് പോകാം. युद्ध के कारण लोगों को अपनी मातृभूमि से भाग जाना पड़ता है. യുദ്ധം വരുമ്പോൾ തങ്ങളുടെ ജന്മസ്ഥലത്ത് നിന്ന് അവർക്ക് ഭാഗ് ജാന പഡ്താ ഹെ, ഓടിപ്പോകേണ്ടതായിട്ട് വരുന്നു. ഹസാരോ ലോഗോं की मौत होती है, ആയിരക്കണക്കിന് ആളുകളുടെ മരണം ഉണ്ടാകുന്നു. ഫസലേ നഷ്ട ഹോ ജാത്തി ഹെ, വിളകൾ അല്ലെങ്കിൽ കൃഷികൾ നഷ്ടപ്പെടുന്നു. ബീമാരിയം ഫൈൽ ജാത്തി ഹെ, രോഗങ്ങൾ പടർന്നു പിടിക്കും. പരിവാരമേ മാതാ പിതാ അവർ ബച്ചെ അലഗ് ഹോ ജാത്തെ ഹെ, അതെ, കുടുംബത്തിലെ അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളും തമ്മിൽ പിരിയേണ്ടതായി വരുന്നു. വാപ്പാസാനെ പർ വഹാം കുച്ച് ശേഷ് നഹി രഹത്ത, ഈ ഓടിപ്പോയവരൊക്കെ വാപ്പസാനെ പർ തിരികെ വരുമ്പോൾ വഹാം കുച്ച് ശേഷ് നഹി രഹത്ത, അവിടെ ഒന്നും അവശേഷിക്കുന്നുണ്ടാകില്ല. ഇതൊക്കെയാണ് യുദ്ധത്തിനിരയാകുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹം കിസി തരഹ് പഹുഞ്ച് ജായേംഗെ, इस कदम से बच्चों का कौन सा मनोभाव प्रकट होता है. हम किसी तरह पहुंच जाएंगे. അപ്പോൾ ഈ കുട്ടികൾ പറയുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്താം. അപ്പോൾ ഇതിൽ നിന്ന് ആ കുട്ടികളുടെ മനോഭാവം എന്തെന്ന് കണ്ടെത്തി എഴുതുക. ഇതാണ് ചോദ്യം. അപ്പനെ ഘർ പഹുഞ്ചിനേക്ക് തീവ്ര ഇച്ഛ, തങ്ങളുടെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹമാണ് കുട്ടികളുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ മനോഭാവം ഇതാണ്. അടുത്ത ചോദ്യം, ബച്ചെ ക്യൂം പരേഷാൻ ഹെ, കുട്ടികൾ എന്തുകൊണ്ടാണ് വിഷമിച്ചത്. എന്തുകൊണ്ടാണ് കുട്ടികൾ വിഷമിച്ചത്? അപ്പനെ ഘർ അവർ बिछड़े हुए माँ बाप के बारे में सोचकर बच्चे परेशान है, തങ്ങളുടെ വീടും നഷ്ടപ്പെട്ടു പോയ അച്ഛനെയും അമ്മയും കുറിച്ചൊക്കെ ആലോചിച്ചാണ് കുട്ടികൾ വിഷമിക്കുന്നത്. അതുമാത്രമല്ല, പിന്നെയോ അഭിഭാവകോനെ ഓനെ നഹി ജാനേ ദിയ, അവരുടെ മാതൃഭൂമിയിലേക്ക് തങ്ങളുടെ ഗാർഡിയൻസ് അവരെ പോകാൻ അനുവദിച്ചതുമില്ല. എന്തുകൊണ്ടാണ് അനുവദിക്കാൻ സമ്മതം നൽകാതിരുന്നത്? അവർക്ക് ശരിയായിട്ടുള്ള വഴി അറിയില്ല അല്ലേ? പിന്നെയോ പോകുന്ന വഴിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതൊക്കെയാണ് കുട്ടികളുടെ വിഷമത്തിന് കാരണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. उन्हें खाने और रात बिताने के लिए जगह मिलती रही. यहाँ शरणार्थियों के प्रति लोगों का कौन सा मनोभाव प्रकट होता है. അവർ പോകുന്ന വഴിയിലൊക്കെ അവർക്ക് കഴിക്കാൻ ആഹാരവും, ഉനെ ഖാനെ ആഹാരവും, പിന്നെ രാത്രി ബിതാനേക്കിലെ ജഗ, രാത്രി ചെലവഴിക്കാൻ സ്ഥലവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശരണാർത്ഥികളോടുള്ള ജനങ്ങളുടെ എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്? ശരണാർത്ഥിയോങ്കി പ്രതി ലോകോങ്കി ദയ അവർ സഹാനുഭൂതി യഹാം പ്രകടവത്തായ, അവരോടുള്ള ദയയും സഹാനുഭൂതിയുമാണ് ഇവിടെ പ്രകടമാകുന്നത്. സിമ്പിളാണ്, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. अपने लक्ष्य पर पहुंचने का संकेत मिलने पर भाई बहन आंसू बहा रहे हैं, इसका कारण क्या होगा. തങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിൻ്റെ സൂചന ലഭിച്ചപ്പോൾ സഹോദരൻ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? അവർ തങ്ങളുടെ ലക്ഷ്യത്തിലപ്പോൾ എത്തിയപ്പോൾ കൂട്ടുകാർ അവർ
കരഞ്ഞല്ലേ കൂട്ടുകാരെ? അതെന്തുകൊണ്ടെന്നാണ് ചോദ്യം. ദോനോങ്ക സപ്ന സാഗാർ ഹോ രഹേ ഹെ. അവരുടെ ലക്ഷ്യം, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഇവിടെ. കൈ സാൽ കെ ബാദ് വേ ഘർ വാപ്പസ് ആ രഹേ ഹെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ അവരുടെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. ഇസ് ഖുഷിക്ക് കാരൻ ഭായ് ബഹൻ ആസു ബഹാ രഹേ ഹെ. ഈ സന്തോഷത്തിലാണ് സഹോദരൻ കണ്ണുനീർ പൊഴിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലേക്കിൻ ഹമാരെ ദിൽ മേ ഖുഷി കി കോയി ഉമ്മീദ് നഹി, ഉൻകി സിന്ദഗി സെ ഇസ് കഥൻ കാ ക്യാ സംബന്ധ് ഹെ. ലേക്കിൻ ഹമാരെ ദിൽ മേ കോയി ഖുഷി കി കോയി ഉമ്മീദ് നഹി. പക്ഷേ നമ്മുടെ മനസ്സിൽ സന്തോഷിക്കാനുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. ഇങ്ങനെ പറഞ്ഞതും അവരുടെ ജീവിതവുമായി എന്ത് ബന്ധമാണുള്ളത്? ഇത് ആരുടെ വാക്കുകളാണ്? ഇത് കുട്ടികളുടെ പിതാവിൻ്റെ വാക്കുകളാണല്ലേ. ഈ വാക്കുകളും അവരുടെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതാണ് ചോദ്യം. कुछ साल पहले युद्ध के समय उनके बच्चे उनसे बिछड़ गए, इसलिए उनकी जीवन में खुशी की कोई उम्मीद नहीं. എന്തുകൊണ്ടാണ് ഖുഷിക്ക് കോയി ഉമ്മീദ് നഹി എന്ന് പറഞ്ഞത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുച്ച് സാൽ പെഹലെ യുദ്ധസമയത്ത് ഉൻകെ ബച്ചെ ഉൻസെ ബിച്ചടുകയെ, അവരുടെ കുട്ടികൾ അവരിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. ഇസിലിയെ ഉൻകി ജീവൻ, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ യാതൊരു പ്രതീക്ഷയുമില്ല. വസന്തം വന്നു, പൂക്കൾ വന്നു, പക്ഷികളൊക്കെ പാടുന്നു, എന്നിട്ടും അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്തത് ഈ യുദ്ധസമയത്ത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അടുത്ത ചോദ്യം. भाई बहन और माँ बाप के मिलन के वक्त प्रकृति भी खुश है, कहानी से कुछ उदाहरण पेश करें. സഹോദരനും അച്ഛനമ്മയും തമ്മിൽ ഒന്നിച്ച സമയത്ത് പ്രകൃതിയും വളരെ സന്തോഷത്തിലാണ് എന്നത് സൂചിപ്പിക്കുന്ന കഹാനിയിൽ നിന്ന്, പാഠത്തിൽ നിന്ന് കുറച്ച് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. ഇതാണ് ചോദ്യം. उनके मिलन के सूचना देते हुए सुबह दो पक्षी पेड़ की शाखा में मीठे गीत गा रहे थे. അവരുടെ കൂടിച്ചേരലിൻ്റെ സമയത്ത് രാവിലെ 2 പക്ഷികൾ മരത്തിൻ്റെ ശാഖയിൽ വന്ന് മധുരമായി പാട്ട് പാടുന്നുണ്ടായിരുന്നു. താരേഫി പേടോങ്കി ബീച്ച് സ്യാദാ ചമക് രഹാദ. താരെ, നക്ഷത്രങ്ങളും ആ മരത്തിൻ്റെ ശാഖകൾക്കിടയിലൂടെ പൂർവാധികം ഭംഗിയായി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രകൃതി, അവരുടെ കൂടിച്ചേരേണ്ട സമയത്ത് പ്രകൃതിയും സന്തോഷിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം. അടുത്ത ചോദ്യം. ഹമാരി ഭടക്കൻ ഖതം ഹോ ഗയി ഹെ, ക്യാ സംസാർ കെ സാരെ ശരണാർത്ഥി ഇസി തരഹ അപ്പനെ ഘർ പഹുഞ്ച് പാത്തെ ഹെ, അപ്പനി റായ ബതായെ. ഹമാരി ഫടക്കൻ ഖതം ഹോ ഗയി, ഞങ്ങളുടെ അലച്ചിൽ അവസാനിച്ചു. ക്യാ സംസാരിക്കെ സാരെ ശരണാർത്ഥി, ഇതുപോലെ എല്ലായിടത്തെ അഭയാർത്ഥികൾ ഇസ് തരഹ അപ്പനി ഘർ പഹുഞ്ച് പാത്തേ ഹെ, ഇതുപോലെ തങ്ങളുടെ ഘർ പഹുഞ്ച് പാറ്റ എന്ന് പറഞ്ഞാൽ വീടുകളിൽ എത്തിച്ചേരാറുണ്ടോ? അപ്പനി റായ ബതായെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് കൂട്ടുകാരെ, എല്ലാവർക്കും തങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരാൻ കഴിയുമോ? സഫി ശരണാർത്ഥിയോങ്കോ അപ്പനെ ഘർ വാപ്പസ് നഹീം പഹുഞ്ച് പാത്ത, എല്ലാവർക്കും തങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരാൻ കഴിയില്ല. സഫി ശരണാർത്ഥിയോങ്കെ മന്മേ അപ്പനെ ഘർ പഹുഞ്ചിനേക്ക് ഇച്ഛ ഹോഗി, എല്ലാവരുടെയും മനസ്സിലെന്താ, ശരണാർത്ഥികളുടെ മനസ്സിൽ എന്താ ഉണ്ടായിരിക്കും? തങ്ങൾക്ക് തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകണമെന്ന ആഗ്രഹമുണ്ടാകും. വഹ് ഉൻകേലിയെ കോശിഷ് ഭി കരേഗി, അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്നാലും ലേക്കിൻ സഫി സഫൽ നഹി ഹോങ്കെ, എല്ലാവർക്കും അത് കഴിയണമെന്നില്ല, ആഗ്രഹം സഫലമാകണമെന്നില്ല. അടുത്ത ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം. अपने घर वापस पहुंचने के लिए भाई बहन किन किन निशानों की याद करते हैं, कहानी से ढूंढ कर ले गए. കുട്ടികൾ
വീട്ടിലേക്ക് തിരികെ പോകാൻ നേരത്ത് അവർക്ക് എന്തൊക്കെ അടയാളങ്ങളാണ് ഓർമ്മയുണ്ടായിരുന്നത്? കഥയിൽ നിന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. വീടിനെക്കുറിച്ച് എന്തൊക്കെ അടയാളങ്ങളാണ് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നത്? ഘർക്കെ ആംഗൻകെ സനോബർ കാ പേട്, വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പൈൻ വൃക്ഷം. പിന്നെയോ അതിലുള്ള ദോ ചിടിയോങ്ക ഗീത്, 2 പക്ഷികൾ വന്നിരുന്ന് പാടുമായിരുന്നു അല്ലേ? പേട് കെ ശാഖാओं के बीच से दिखाई देने वाला ചംകീല താര, ആ വൃക്ഷത്തിൻ്റെ ശാഖകൾക്കിടയിലൂടെ ദിഖായി ദേനെ വാല, കാണപ്പെടുന്ന തിളക്കമുള്ള നക്ഷത്രം. വഹ് ഭാഷ ജോ ഉൻകി മാ ബാപ്പ് ബോൾത്തേ ദേ, അച്ഛനമ്മമാർ സംസാരിച്ചിരുന്ന ആ ഭാഷ. ഇതൊക്കെയാണ് കുട്ടികൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള അടയാളങ്ങളായി ഓർമ്മയുണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പാഠഭാഗം വായിക്കുന്നവർക്ക് തീർച്ചയായും ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭായ് ബഹൻ കോ അപ്നി ഘർ പहुंचाने के कईयों ने अपनी भूमिका निभाई है. ऐसी प्रसंग कहानी से चुनकर लिखिए. भाई बहन को अपने घर पहुंचाने में കയ്യോനെ അപ്പിനി ഭൂമിക നിഫായി. കയ്യോനെ അപ്പിനി ഭൂമിക നിഫായി എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ധാരാളം പേർ അപ്പിനി ഭൂമിക, അവരുടെ പങ്ക്, നിഫായി അതായത് ഭൂമിക എന്ന് പറഞ്ഞാൽ പങ്ക്, നിഫാന എന്ന് പറഞ്ഞാൽ പങ്ക് വഹിക്കുക എന്നാണ് അർത്ഥം. ഭൂമിക നിഫാന പങ്ക് വഹിക്കുക. അപ്പോൾ ആരൊക്കെയാണ് ആ കുട്ടികളെ വീട്ടിലെത്തിക്കാൻ തങ്ങളുടേതായ പങ്ക് വഹിച്ചതെന്ന് കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. രാത്ത് മേ ചാന്ദിക്ക് റോഷ്നീനെ ഉനി രാസ്ത ദിഖായി. ഇവിടെ നിലാവാണ്. രാത്രിയിൽ നിലാവ് ഉനെ രാസ്ത ദിഖായി, വഴി കാണിക്കുന്നു. പിന്നെയോ ഫാം ഹൗസ് കി ലഡ്കി സെ അപ്നി മാ ബാപ് കി ഭാഷ സുനി. ഫാം ഹൗസിലെ കണ്ട പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഭാഷ അവർക്ക് കേൾക്കാൻ കഴിയുന്നു. ലഡ്കിക്ക് മാനെ ഉനെ പേട്ട് ഫർ ഭോജൻ ദിയ. ആ കുട്ടിയുടെ അമ്മ വയർ നിറയെ ആഹാരം നൽകുന്നു. ലോഗോനെ ഉനെ ഖാനെ രാത്ത് ബിതാനെ കേലിയ ജഗദിയ. വഴിയിൽ കാണുന്ന ആളുകൾ അവർക്ക് ആഹാരവും രാത്രി ചിലവഴിക്കാൻ സ്ഥലവും നൽകുന്നു. ഇതെല്ലാം തന്നെ തങ്ങളുടെ വീട്ടിലെത്തിക്കാൻ അവരൊക്കെ നൽകിയ അല്ലെങ്കിൽ അവർ വഹിച്ച പങ്കുകളാണ്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. സഹി മിലാൻ കരെ. പാത്ര കഥൻ മനോഭാവ്. ഓരോ കഥാപാത്രങ്ങൾ അവരുടെ കഥൻ, അവരുടെ വാക്കുകളും അതിലുള്ള അവരുടെ മനോഭാവവും കണ്ടെത്തി എഴുതണം. ഒന്നാമത്തെ ക്യാരക്ടർ ഭായിയാണ്. ഭായിയുടെ വാക്കുകളിലേക്ക് പോകാം. അബ് ഹമേ അപ്നാ ഘർ മിൽ ഗയാ ഹേ, ഹമാരി ഫടക്കൻ ഖതം ഹോ ഗയി. നമുക്ക് നമ്മുടെ വീട് കണ്ടെത്തി. ഹമാര ഫടക്കൻ ഖതം ഹോ ഗയി, ഞങ്ങളുടെ അലച്ചിൽ അവസാനിച്ചു. ഇതിൽ നിന്നുള്ള മനോഭാവം സഫലത പർ ഖുഷി, അവരുടെ സഫലതയിൽ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലെത്തിയതിൽ ഉള്ള സന്തോഷമാണ് അവൻ്റെ മനോഭാവം. അടുത്തത് അഭിഭാവകമാണ്, അതായത് ഗാർഡിയൻസ്, രക്ഷിതാക്കളുടെ വാക്കുകളിലേക്ക് പോകാം. ഘർ ലൗട്ട്ത്തെ ഹുയെ തും മുസീബത്ത് മേഹി പടോगे. വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ കുഴപ്പത്തിലാകും. എന്താണ് രക്ഷിതാക്കളുടെ മനോഭാവം? ഭായ് ബഹൻകെ ഭവിഷ്യ പർ ആശങ്ക. അതെ, ദൂരദേശത്തിലുള്ള അവരെ താൽക്കാലികമായി സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾ പറയുകയാണെന്ത്? നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ആ മുസീബത്ത്, കുഴപ്പത്തിലാവും. എന്തുകൊണ്ടാണ്? അവർക്ക് ശരിക്കും വീട്ടിൽ പോകാനുള്ള വഴിയറിയില്ല. അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, വീട് അവിടെ ഉണ്ടോ എന്നും അറിയില്ല. അതൊക്കെ കൊണ്ട് അവർക്ക് അവരുടേതായ ഭായ് ബഹൻകെ ഭവിഷ്യ പർ ആശങ്ക, അതാണ് ഇവിടെ അവരുടെ മനോഭാവം. അടുത്ത കഥാപാത്രം ബഹനാണ്. ബഹൻ എന്താ പറയുന്നത്? ഭായ് ഹം ഖടി പഹാഡിയോം പർ കൈസെ പहुंचेंगे. ഇത്രയും ഉയർന്നു നിൽക്കുന്ന അതിലൂടെ എങ്ങനെ പോകും എന്നാണ് കുട്ടി ചോദിക്കുന്നത്. കുട്ടിയുടെ മനോഭാവം എന്താണ്? രാസ്തേക്ക് ബാധാവുങ്ക ഡർ, പോകുന്ന വഴിയിലെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഭയമാണ് ആ കുട്ടികളുടെ വാക്കിൽ നിന്ന് ആ കുട്ടിയുടെ മനോഭാവം. തങ്ങൾ പോകുന്ന വഴിയിലുള്ള പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യും, അതിനോടുള്ള ഭയമാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അടുത്തത് ലാസ്റ്റ് മായാണ്, അമ്മ.
അമ്മ എന്താ പറയുന്നത്? മുझे पता था कि आज कोई अच्छी बात होने वाली है. എനിക്കറിയാം ഇന്നെന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുമെന്ന്. ആ വാക്കുകളിൽ പ്രകടമാകുന്ന മനോഭാവം ജീവനുമേ ഖുഷിയോങ്കെ ലൗട്ടാനേക്ക് പ്രതീക്ഷ, അവരുടെ ജീവിതത്തിൽ സന്തോഷം മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയാണ് ആ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചരിത്ര पर टिप्पणी लिखे. ഇത് ക്യാരക്ടർ സ്കെച്ചാണ്. രണ്ടാമത്തെ ബുള്ളറ്റ് നോക്കൂ കൂട്ടുകാരെ. കഹാനിക്ക് ഭായിക്ക് ചരിത്ര पर टिप्पणी लिखे. സഹോദരൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസറിലേക്ക് പോകാം. മംഗലേഷ് ദബരാല का लिखा हुआ घर पेड़ और तारे की याद कहानी का प्रमुख पात्र है भाई. ഇതിൻ്റെ അർത്ഥം പറയാതെ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മംഗലേഷ് ഡബരാലിൻ്റെ ഘർ പേട് താരെ എന്ന കഥയിലെ പ്രമുഖ കഥാപാത്രമാണ് ആര്? ഭായ്. ഇവിടെ ഘർ പേട് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കോമ കൂടി ഇടുക കൂട്ടുകാർ. ഉൻകെ എക് ബഹൻ ഫി ഹെ. ആ ഭായിക്ക് ഒരു സഹോദരി കൂടിയുണ്ട്. യുദ്ധക്കെ കാരൺ ദോനോ കിസി അന്യ ദേശമേ ശരണാർത്ഥി മൻകർ രഹേ ഹെ. യുദ്ധം കാരണം രണ്ടുപേരും മറ്റൊരു ദേശത്തിൽ അഭയാർത്ഥിയായി താമസിക്കുകയാണ്. ഭായിക്ക് സുജാവ്ക്ക് അനുസാർ ദോനോ ഏക രാത്ത് വഹാംസെ ഭാഗ് ജാത്തായ. സുജാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൂട്ടുകാരെ? നിർദ്ദേശമെന്നാണ്. ഫായുടെ നിർദ്ദേശമനുസരിച്ച് ദോനോ ഏക രാത്ത്, രണ്ടുപേരും ഒരു രാത്രി വഹാസെ ഫാഗ് ജാത്തയെ, അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഭായ് ധൈര്യ, അവിടെ കോമ വേണ്ട, ധൈര്യ കഴിഞ്ഞിട്ട് കോമ ഇട്ടാൽ മതി. ഭായ് ധൈര്യ സാഹസ് അവർ ആത്മവിശ്വാസ് രഖനെ വാല പ്രമുഖ പാത്ര ഹെ. അപ്പോൾ ഭായിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്? ധൈര്യവും സാഹസവും ആത്മവിശ്വാസവുമുള്ള പ്രമുഖ കഥാപാത്രമാണ് ഭായിയുടേത്. വാഹ് അപ്പനി ചോട്ടി ബഹനുകോ ഹർ പരിസ്ഥിതി മേ സംരക്ഷൺ കർത്താ ഹെ, ഉസെ സുരക്ഷിത് രഖ്നേക്ക് കോശിഷ് കർത്താ ഹെ. ഏത് പരിസ്ഥിതിയിലായാലും തൻ്റെ സഹോദരിയെ സംരക്ഷിക്കുന്ന ഒരു പ്രകൃതമാണ് ആർക്കുള്ളത്? നമ്മുടെ ഭായിക്കുള്ളത്. പിന്നെയോ കഠിന പരിസ്ഥിതിയോ മേഫി ഉസ്മേ ധൈര്യ അവർ ഹിമ്മത്ത് ദിഖായ് ദേത്താ ഹെ. ഏത് കഠിനമായ സാഹചര്യത്തിലും അവനിൽ എന്ത് കാണാൻ കഴിയും? ധൈര്യവും സാഹസവും, ഹിമ്മത്ത്, ധൈര്യവും സാഹസവും എല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെയോ വഹ് ഹർ സമസ്യാക്ക സമാധാൻ ഖോജ്നേമേ തർപ്പർ രഹത്താ ഹെ. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിന് പരിഹാരം കാണാനുള്ള കഴിവ് ആ കുട്ടിയുണ്ടായിരുന്നു. ഭായി കാ ചരിത്ര ഏക് ആദർശശീൽ ബച്ചേ കാ ഹെ. ഭായി എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ഒരു മാതൃകയാക്കേണ്ട തരത്തിലുള്ള ഒരു കുട്ടിയുടെ സ്വഭാവമാണ് ആ ഭായി എന്ന ക്യാരക്ടറിന് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സംവാദിലേക്ക് റോൾ പ്ലേ കരെ. ബഹുത് ഫടക്കിനെ കെ ബാദ് भाई बहन अपने माता पिता से मिल सके. ഇസ് പ്രസംഗ ക സംവാദിലേക്ക്. ഒരുപാട് അലച്ചിലിന് ശേഷം ആ കുട്ടികൾ ആരെ കാണുന്നു? അച്ഛനമ്മയെ കാണുന്നു. ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിലുള്ള സംവാദ്, കോൺവെർസേഷൻ എഴുതാനാണ്. പിന്നെ കക്ഷയിൽ, അതായത് ക്ലാസ് മുറിയിൽ റോൾ പ്ലേ അവതരിപ്പിക്കാനും ഇതിൽ പറയുന്നുണ്ട്. നമുക്കാദ്യം ആ സംഭാഷണം ഒന്ന് നോക്കാം. ഈ സ്ലൈഡൊക്കെ വളരെ ചെറുതായിട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫുൾ സ്ക്രീനിലിട്ട് വലുതാക്കി കാണാൻ ശ്രമിക്കുക. ആദ്യം ഭായി ആണ് പറയുന്നത്. ഭായി മാ ഹംനെ ആപ്കോ ബഹുത് ഢൂണ്ട. അമ്മേ, നിങ്ങളെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. മാ എന്താ പറയുന്നത് നോക്കാം. മേരെ ബച്ചോ തും ലോഗ് കഹാൻ ചലേങ്കേത്. എൻ്റെ കുട്ടികളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ബഹൻ പെൺകുട്ടി, സഹോദരി എന്താ പറയുന്നത് നോക്കാം. മാ ഹം ദൂർ കിസി ദൂസരെ ദേശ പർ ചലേ ഗയേത്. നമ്മൾ ദൂരെ മറ്റൊരു ദേശത്തിൽ പോയിരുന്നു. ഹം രാസ്ത ഫോൽ ഗയേത്. നമ്മൾ തിരികെ വരാനുള്ള വഴി പോയത് മാത്രമല്ല, അവർക്ക് എന്താ ഓർമ്മയില്ല, വഴിയും ഓർമ്മയില്ലായിരുന്നു. അച്ഛൻ പിത ബേട്ട
തുമ്നെ അപ്പനി ബഹൻ കാ ഖ്യാൽ രഖ് കർ സച്ച് മേ ബഹുത് ഹിമ്മത്ത് ദിഖായി. അച്ഛൻ എന്താ പറയുന്ന, മകനോടാണ് പറയുന്ന, മകനെ നീ സ്വന്തം സഹോദരിയെ സംരക്ഷിച്ചുകൊണ്ട് വളരെ ധൈര്യമാണ് ഇവിടെ കാണിച്ചത്. സഹോദരൻ ഭായി എന്താ പറയുന്നത്, പിതാജി ഹമേ സബ് കഹീം ഖാനെ അവർ രാത്ത് ബിതാനേക്ക് ജഹ മിലി. ഞങ്ങൾക്ക് എല്ലായിടത്തും ഖാനെ ആഹാരവും രാത്ത് ബിതാനെ രാത്രി ചിലവഴിക്കാനുള്ള സ്ഥലവും ലഭിച്ചു. കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഇവിടെ രാത്ത് ബിതാന എന്നെഴുതിയപ്പോൾ മുകളിലത്തെ വരിയിൽ ബായും ബാക്കി അക്ഷരങ്ങൾ താഴെയുമായി അങ്ങനെ എഴുതരുത്. ബിത്താന എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. അവിടെ ബാല ബി എന്നെഴുതി ബിത്താന എന്ന് തന്നെ എഴുതി ഒന്നിച്ച് ചേർക്കുക. അടുത്ത സെൻറ്റൻസ്, മാ ഈശ്വർ കാ ധന്യവാദ് കരോ കി തും സബ് സഹി സലാമത്ത് വാപ്പസ് ആകെ. ഈശ്വരനോട് നന്ദി പറയും, നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടു കൂടി തന്നെ തിരികെ വന്നതിനാൽ ഈശ്വരനോട് നന്ദി പറയാം. മുച്ചെ പത്താതാക്കി ആജ് കുച്ച് അച്ഛേ ബാത്ത് ഹോനെ ബാലിയായി. എനിക്ക് അറിയാമായിരുന്നു, ആജ് കുച്ച് അച്ചി ബാത്ത്, ഇന്നെന്തെങ്കിലും നല്ലത് നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സലാമത്ത് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക കൂട്ടുകാരെ. ഈശ്വർ കാ, അമ്മ പറയുന്ന സെൻറ്റൻസ്, ഈശ്വർ കാ ധന്യവാദ് കരോക്കി തും സബ് സഹി സലാമത്ത്. അതിൽ സ എന്ന അക്ഷരം മുകളിലാണ് വന്നിരിക്കുന്നത്, അങ്ങനെയല്ല, ഒന്നിച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. സലാമത്ത് എന്നുള്ള വാക്ക് ഒന്നിച്ചെഴുതുക. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. പിത ഹമാരെ ജീവനമേ വസന്ത ഫിർസെ ആ പഹുഞ്ച. ഞങ്ങളുടെ ജീവിതത്തിൽ വസന്തം പിന്നെയും തിരികെ വന്നു എന്ന അച്ഛൻ പറഞ്ഞതോടെ ഈ കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ സെൻറ്റൻസ് തന്നിരിക്കുന്നത്. അവസാനത്തെ ആക്ടിവിറ്റി, ഇൻ വാക്യോങ്കെ രേഖാഗത ശബ്ദ പർ ധ്യാൻ ദേ. അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ജാഊങ്ക, പെഹചാനോഗെ, ജായെങ്കെ, ജായേഗ, ദേഗ, ദേഗി. എന്താണ് കൂട്ടുകാരെ അടിവരയിട്ടിരിക്കുന്ന ഈ വാക്കുകളുടെ പ്രത്യേകത? ഇതെല്ലാം ഭവിഷ്യകാലത്തെ സൂചിപ്പിക്കുന്നു. സാമാന്യ ഭവിഷ്യത്ത് കാലം. എങ്ങനെയാണ് സാമാന്യ ഭവിഷ്യകാലം എഴുതുന്നത്? മേം കർത്താവായി വരുമ്പോൾ ഊങ്ക പുല്ലിംഗമാണെങ്കിൽ ഊങ്ക, പട് എന്ന ക്രിയ എടുക്കാം നമുക്ക്. എന്നിട്ട് അതെങ്ങനെ എഴുതാൻ പറ്റും? മേം പടൂങ്ക. സ്ത്രീലിംഗമാണെങ്കിൽ പടൂങ്കി. അതുപോലെ തന്നെ വഹ് യഹ് തു എന്ന കർത്താവാണ് വരുന്നതെങ്കിൽ എങ്ങനെ എഴുതും? പടേക, സ്ത്രീലിംഗത്തിൽ പടേഗി. യേ വേ ആപ്പ് ഹം എന്ന പ്ലൂറൽ ആണ് വരുന്നതെങ്കിൽ എങ്ങനെ എഴുതും? പടേങ്കെ, പടേങ്കി. അപ്പോൾ എങ്ങനെ പറഞ്ഞത്? പടൂങ്ക, പടൂങ്കി, മേൻ കർത്താവാണെങ്കിൽ. തുമ്മാണെങ്കിൽ പടോകെ, പടോഗി. യഹ് വഹ് ആണെങ്കിൽ പടേക, പടേഗി. പ്ലൂറലാണെങ്കിൽ എങ്ങനെ വരും? പടേങ്കെ, പടേങ്കി. അപ്പോൾ ഇങ്ങനെയുള്ള കർത്താവ് മാറി വരുമ്പോൾ കാലത്തിൽ ഓരോ കാലം വരുമ്പോൾ എങ്ങനെ എഴുതണമെന്ന് കൂട്ടുകാർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കൂട്ടുകാർക്ക് എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.